സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിനുള്ള ഐക്യദാർഢ്യവുമായി ചന്ദ്രഗിരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ബേക്കൽ താജ് ഗേറ്റ്വേയിൽ വെച്ച് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പി ടി ഉത്തംദാസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ലഹരിയുടെ പുകമറയിൽ ജീവിതം ഹോമിക്കുന്നവർക്കുള്ള കടുത്ത മുന്നറിയിപ്പുമായി കാസർഗോഡിന്റെ മണ്ണിൽ നടത്തിയ റൈഡ് ഫോർ എ ഡ്രഗ് ഫ്രീ ടുമോറോ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് റാലി വിജയകരമായി സമാപിച്ചു. ലഹരി മാഫിയകൾക്കെതിരെയുള്ള ഈ ജനകീയമായ മുന്നേറ്റത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയവരുടെ പങ്കാളിത്തം വലിയ കരുത്തു പകർന്നു. ബൈക്കുകളും 300 പോരാളികളും ഒരൊറ്റ ലക്ഷ്യവുമായി തെരുവിലിറങ്ങിയ കാഴ്ച ആളുകളെ വളരെയധികം ആകർഷിച്ചു. ബേക്കൽ താജ് ഗേറ്റ്വേയിൽ സംഘടിപ്പിച്ച പൊലിമയാർന്ന പരിപാടിയിൽ വെച്ച് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഉദ്ഘാടന വേദിയിൽ മുഴങ്ങിയത്. കേരള പോലീസ്, ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി, HOG ടസ്കർ ചാപ്റ്റർ ബാംഗ്ലൂർ, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് കൂട്ടായ്മ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പ്രചരണ പരിപാടി ലഹരി രക്തസാക്ഷികളില്ലാത്ത ഒരു നാളേക്കായുള്ള ശക്തമായ സന്ദേശവും ആഹ്വാനവുമായി മാറി. With me, Nazi is there. She is from Harley Davidson, and we, the Lions Club of Chandagiri, is very happy to jointly associate with this Harley Davidson team. They are very energetic, enthusiastic. It's very delightful to join, collaborate this special initiative. So we have joined the Tufan Say No to Drugs, Abuse Drugs here. This event to the entire Harley Davidson is having a entire rally where we will be routing across the roads where we will spread the awareness of say no to drugs here. And yes, we are passionate riders from 2010. We are keep doing this special initiative rides here in Karnataka so successfully, and very glad to join this ride. Thank you so much, and looking forward for the more collaboration, and this is definitely going to be a successful event as well as the one of the best awareness ride. ബേക്കൽ ഗേറ്റ്വേയിൽ നിന്ന് ആരംഭിച്ച മോട്ടോർ സൈക്കിൾ റാലി തൃക്കണ്ണാട്, പാലക്കുന്ന്, ഉദുമ, മേൽപ്പറമ്പ്, കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ, കറുത്തക്കാട് ട്രാഫിക്, പുതിയ ബസ് സ്റ്റാൻഡ്, MG റോഡ് വഴി ചുറ്റി സഞ്ചരിച്ച് ബേക്കൽ ബീച്ച് പാർക്കിലാണ് അവസാനിപ്പിച്ചത്. ഇവിടെ സംഘടിപ്പിച്ച വിളംബര സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി പി നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടുന്നതിൻ്റെ അടിയന്തര ആവശ്യകത SP തന്റെ പ്രസംഗത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള പൊതുജനങ്ങളുടെ പിന്തുണയെക്കുറിച്ചും മാഫിയകളെ തുടച്ചു നീക്കാനുള്ള നടപടികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരിയുടെ പ്രസിഡന്റ് ഷാഫി നാലപ്പാട് അധ്യക്ഷത വഹിച്ചു. ടസ്കർ ചാപ്റ്റർ ബാംഗ്ലൂരിലെ കുമാർ റെഡ്ഡി മുഖ്യപ്രഭാഷണം നടത്തി. ടസ്കർ ചാപ്റ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് അസീം, KNM H2 HT P&R ഡയറക്ടർ മെഡിയോ ജിഫ്രി, ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ അനസ് മുസ്തഫ, ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി ട്രഷറർ ഡോക്ടർ CT മുഹമ്മദ് മുസ്തഫ, ഷെരീഫ് കാപ്പിൽ, മജീദ് ബെണ്ടിച്ചാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാറൂഖ് കാസ്മി സ്വാഗതവും ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി സെക്രട്ടറി A ഷാഫി നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. ലഹരിയുടെ പുകമറയിൽ ജീവിതം ഹോമിക്കുന്നവർ ഓർക്കുക, നിന്റെ സിരകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് മരണമാണ്. നിയമത്തിൻ്റെ ഇരുമ്പുമുഷ്ടി നിന്റെ മേൽ പതിക്കുമ്പോൾ ബാക്കിയാവുന്നത് ചാരം മാത്രം. ഈ മുന്നറിയിപ്പോടെയായിരുന്നു ബൈക്ക് റാലിയുടെ പരിസമാപനം. ന്യൂസ് ബ്യൂറോ, ഉദുമ.